ദൈവം ആമേൻ ആമേൻ ആ പ്രതിസന്ധികളെ മാറ്റി തലയ്ക്ക് കനമാണെന്ന് തോന്നുന്ന പല വിഷയങ്ങളും ഇന്ന് രാത്രി കർത്താവ് അതിനെ ക്യാൻസൽ ചെയ്യാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. തലയ്ക്ക് ഭാരമായി തോന്നുന്ന ചില വിഷയങ്ങളെ ഇന്ന് രാത്രി കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലെ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന രംഗം, അപ്പോസ്തല ആക്ട്സ് ചാപ്റ്റർ 27. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ കപ്പലിൽ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേ കപ്പലിനെതിരെ ഭയങ്കരമായ കൊടുങ്കാറ്റ് വന്നു. സ്തോത്രം. നമുക്കറിയാം, ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴേ കപ്പലിന് എതിരെ കൊടുങ്കാറ്റടിച്ചാൽ ആ കപ്പൽ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളത് ആ കപ്പിത്താനും അറിയാം. അതിന് മാലൂമി എന്ന് പറയുന്ന ഒരാളുണ്ട്, മാലൂമി. ഇവർ രണ്ടുപേരുമാണ് തീരുമാനിക്കുന്നത് കപ്പലിന് എതിരെ കൊടുങ്കാറ്റടിച്ചാൽ എങ്ങനെയാണ് ഈ കപ്പൽ നിയന്ത്രിക്കണമെന്ന്. പക്ഷേ ആമേൻ, ഇപ്പോൾ കപ്പിത്താൻ വന്നിട്ട് ഉറങ്ങിക്കിടന്ന ഒരു തടവുകാരനായ ഒരു വ്യക്തി, അത് മറ്റാരുമല്ല, ഞാൻ പറയാം, പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. കപ്പിത്താന് നല്ല തലമണ്ടയുണ്ട്, ജ്ഞാനമുണ്ട്. കൊടുങ്കാറ്റ് വന്നാൽ എങ്ങനെ കപ്പൽ നിയന്ത്രിക്കണമെന്ന് അറിയാവുന്ന വ്യക്തിയാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഇപ്പൊ വന്ന് പൗലോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ കപ്പലിൽ ആകെ 276 പേരുണ്ടായിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തി എടുത്ത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 27-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം ഒന്ന് വായിച്ചാണ്. 31-ാം വാക്യം. 27-ന്റെ 31. അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചില്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയർ അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചു നോക്കിക്കേ, കപ്പലിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നല്ല തലമണ്ടയുള്ള ജ്ഞാനമുള്ള വ്യക്തികളാണ് ആ കപ്പൽ നിയന്ത്രിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ കപ്പിത്താൻ വന്ന്, അല്ലെങ്കിൽ മാലൂമി വന്ന് ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനായ മനുഷ്യനാണ് പൗലോസ്. പൗലോസ് ആരാണെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. പ്രാർത്ഥിക്കുന്ന ദൈവവൈതല, വെളിപ്പാടുള്ള ഒരു വ്യക്തിയാണ്, ദൈവകൃപയുള്ള ഒരു വ്യക്തിയാണ്. തകർന്നുടയുന്ന വിഷയത്തിന്, കൊടുങ്കാറ്റ് പോലുള്ള ആടി ഉലയുന്ന വിഷയത്തിന് പരിഹാരം ഇരിക്കുന്നത് ഇവിടെ പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കും വിടുതലിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ്. അല്ലാതെ ഒത്തിരി തലമുണ്ടയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹൈ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിടുതൽ ഇന്ന് രാത്രിക്കാലം ഇരിക്കുന്ന ആത്മനിറവോട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ കയ്യിലാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനാണെങ്കിൽ നിന്റെ വിടുതലിരിക്കുന്നത് നിന്റെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. സ്തോത്രം. നോക്കിക്കേ, പൗലോസ് പറയുകയാണ്,
ആമേൻ. നിങ്ങൾ ആഹാരം കഴിക്കുന്നേ, നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കേ. ആമേൻ. നമ്മുടെ ഒരു രോമത്തിന് പോലും കേടുവരാതെ, ഒരുത്തന്റെ തലയില് ഒരു രോമം പോലും എന്ത് ചെയ്യത്തില്ല, നഷ്ടമാകുകയില്ല നിശ്ചയമെന്ന് പൗലോസ് പറയുകയാണ്. എന്തോ ഒരു ഉറപ്പ്, എന്തോ ഒരു ഉറപ്പായത്. സ്തോത്രം. എത്ര ദിവസമായി ഈ കപ്പലിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട്, ഈശാനമൂല കാറ്റുകളെതിരെ അടിച്ചു, പ്രതിസന്ധികൾ ആഞ്ഞടിച്ചു. ഇന്ന് രാത്രി ഓർക്കണം, പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാ വിടുതല്. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാ വിടുതൽ. പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ വാ കൊണ്ട് പറ, പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ് വിടുതലിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ് വിടുതലിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിലവിളിക്കുന്നവന്റെ കയ്യിലാണ് വിടുതലിരിക്കുന്നത്. ആത്മനിറവുള്ള ഒരു ദൈവത്തിന്റെ കയ്യിലാണ് വിടുതലിരിക്കുന്നത്. അല്ലാതെ വലിയ ജ്ഞാനമുള്ളവന്റെയോ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെയോ ബിരുദാനന്ദ ബിരുദം എടുത്ത ഒരു വ്യക്തിയുടെ കയ്യിലല്ല വിടുതലിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉന്നത ഉള്ളവരിലൂടെ അല്ല വിടുതലിരിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളുടെ കരങ്ങളിലാണ് വിടുതലിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ നിസ്സാരക്കാരനെന്ന് ലോകം വിധി എഴുതിയാലും, ആരാധിക്കുന്നവനെ നിസ്സാരക്കാരനാണെന്ന് ഈ ലോകം പറഞ്ഞാലും, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവൻ വിടുതല് ആമേ നൽകുന്നവനാണ്. സ്തോത്രം. ഞാൻ ഇവിടെ നമ്മുടെ കർത്താവിന്റെ ദാസൻ ഷൈമോൻ ബ്രദർ ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, നമ്മുടെയൊക്കെ വിടുതലിനും ഉയർച്ചയ്ക്കും ആമേൻ നിലനിൽപ്പിനും കാരണം നമ്മുടെ ഈ ആരാധനയാണ്. ആരാധനയെ തന്നെ മുന്നേറണം. കാരണം ന്യായാധിപന്മാരുടെ പുസ്തകമാണ് 1-ാം അധ്യായം 1-ാം വാക്യമാണ് ദേവദാസൻ ഇവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു ദൂത്. ഞാൻ യുദ്ധത്തിനാൽ പുറപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ, നോക്കിയ വാക്യം ഒന്ന് എടുത്ത് നോക്കിയേ. യുദ്ധത്തിന് ആര് ആദ്യം പുറപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ ഒരു ശബ്ദം ഉണ്ടായത് ഇങ്ങനെയാണ്. എന്തോ ആ ശബ്ദം ഉണ്ടായെന്ന് അറിയാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്, യഹൂദ എന്ത് ചെയ്യട്ടെ, പുറപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിന് ആദ്യം ആര് പുറപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ യഹൂദ പുറപ്പെടട്ടെ. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവൻ മുമ്പിൽ നിന്നെങ്കിലേ വിടുതലുള്ളൂ. ഹല്ലേലൂയ. ആരാധന മുമ്പിലുണ്ടെങ്കിലേ വിടുതലുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രികാലം ആരാധിക്കുന്നവനെ ഒരിക്കലും ദൈവം ഒരിക്കലും പരാജയപ്പെടുത്തുന്നവനല്ല. ആരാധിച്ചിട്ടുണ്ടോ, ആര് ദൈവകൃപയിൽ നിലനിന്നിട്ടുണ്ടോ, അവനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ഈ കപ്പലിന് നാശനഷ്ടങ്ങൾ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. പക്ഷേ 276 പേർ സഞ്ചരിച്ചിരുന്ന ആ കപ്പലില് ഒരൊറ്റ വ്യക്തിയുടെ തലയിൽ ഒരു രോമത്തിന് പോലും കേടുവരാതെയാണ് എല്ലാവരെയും സുരക്ഷിതമായി എത്തിക്കേണ്ടിടത്ത് എന്ത് ചെയ്തു, എത്തിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ആ കപ്പലിനകത്ത് 276 പേരുണ്ടെങ്കിലും 276 പേരും പ്രാർത്ഥിക്കുന്നവർ അതിനകത്ത് എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ 276 പേരും പ്രാർത്ഥിക്കുന്നവരാണോ? അല്ല. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ ഏറ്റവും അടിത്തട്ടി കിടന്നാലും അവന്റെ കയ്യിലാണ് വിടുതലിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവന്റെ കയ്യിലാണ് വിടുതലിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് ഇന്ന് 750 കോടി ജനങ്ങളുണ്ട്. ഈ ലോകത്ത് 750 കോടി ജനങ്ങൾ. പോപ്പുലേഷന്റെ കണക്കാണ് 750 കോടി ജനങ്ങൾ. രണ്ടാമത്തെ ജനസംഖ്യയിൽ പോപ്പുലേഷൻ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഒന്നാമത്തെ സ്ഥാനം ചൈനയിലാണ്. ആമേൻ. സ്തോത്രം. അത് 250 കോടിയാണ്. പക്ഷെ ഇന്ന് ഇന്ത്യയില് 175 കോടി ജനങ്ങളുണ്ട്. 175 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ. സ്തോത്രം. ഈ 175 കോടി ജനങ്ങൾ പാർക്കുന്ന നമ്മുടെ ഈ ഭാരതത്തിൽ, നമ്മുടെ ഈ രാജ്യത്ത് എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാണ് നടക്കുന്നത് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മുടെ ഈ രാജ്യത്തിന്റെ സമാധാനം നിലനിൽക്കുന്നത് ഇവിടെ പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ്. ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യം തന്നെ നിലനിൽക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ഞാൻ ശുശ്രൂഷിക്കുന്ന എന്റെ സഭയില് ഒരു സഹോദരിയുടെ മാവിയുടെ മോന് കഴിഞ്ഞ ദിവസം UP-യിൽ സുവിശേഷം മതപരിവർത്തനം ചെയ്യിപ്പിച്ചു എന്ന് ആരോപിച്ച് ജയിലിലാക്കുവാനായിട്ടിടയായി. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, സുവിശേഷം പറയുന്നവനെ, മദ്യത്തിനും മയക്കുമരുന്നുകൾക്കൊക്കെ അടിമപ്പെട്ട് കിടക്കുന്നവൻ, ജീവിതത്തിന് രൂപാന്തരം കൊടുക്കുന്ന ദൈവദാസന്മാരെ ജയിലിൽ പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം ദൈവമക്കളെ, ദൈവദാസന്മാരെ ഉപദ്രവിച്ചും അവരെ ജയിലിനകത്താക്കിയാലും ജയിലിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ഈ വിശുദ്ധ വേദപുസ്തകം അതിന് സാക്ഷിയാണ്. അർദ്ധരാത്രിയിൽ 12 മണിക്ക് പൗലോസും ശീലാസും ആരാധിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയിലിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കിയ കർത്താവാണെങ്കിൽ രാത്രി ദൈവദാസന്മാരെ, ദൈവമക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് പാർപ്പിച്ചാൽ ആ ജയിലിനകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 155 കോടി 175 കോടി ജനങ്ങൾ പാർക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കയ്യിലാണ് വിടുതലിരിക്കുന്നതെന്ന് രാത്രി ഓർക്കണം. അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ സ്തോത്രം, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രത്യേക ഉത്തരവാദിത്വം ദൈവം തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിപ്പാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇനിയും എനിക്ക് എത്ര മിനിറ്റ് കൂടുണ്ടെന്ന് എനിക്കുള്ളത് അറിയത്തില്ല. എങ്കിലും ഷൈബ് ബ്രദറെ, ഇനി എത്ര മിനിറ്റ് കൂടെ ശേഷിക്കുന്നുണ്ട്? 5 മിനിറ്റ് കൂടെ. 5 മിനിറ്റ് കൂടെ. എത്ര മിനിറ്റ് കൂടെ ശേഷിക്കുന്നുണ്ട്? മൈക്കും എന്തോ 15 മിനിറ്റ് കൂടെ. ഓക്കെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ സിസ്റ്ററെ. ഒന്ന് വായിച്ച് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ. കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ കല്ലറകളിലായിരുന്നു. താങ്ക് യു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇപ്പോൾ വായിപ്പാനിടയായി തീർന്നത്. സ്തോത്രം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ 3.5 വർഷം, അതായത് 3 വർഷവും 6 മാസവും കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തു. ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേം കേന്ദ്രീകരിച്ചാണ് കർത്താവിന്റെ ശുശ്രൂഷ ഭൂരിഭാഗവും കർത്താവ് ചെയ്തത്. നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു ഭാഗമാണ് യേശുവിന്റെ ശുശ്രൂഷയിൽ കർത്താവ് ചെയ്ത 35 അത്ഭുതങ്ങളെ കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 4 സുവിശേഷങ്ങൾ പ്രധാനമായി കർത്താവ് ചെയ്ത 35 അത്ഭുതങ്ങൾ. അത് വിവിധ സാഹചര്യത്തിൽ വിവിധ ഇടങ്ങളിൽ വെച്ച് കർത്താവ് ചെയ്തു. കരയിൽ വെച്ച് ചെയ്തു, കടലിൽ വെച്ച് കർത്താവ് ചെയ്തു, വീട്ടിൽ വെച്ച് കർത്താവ് ചെയ്തിട്ടുണ്ട് അത്ഭുതം. വീട്ടിൽ വെച്ച് മാത്രമല്ല, വഴിയിൽ വെച്ച് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടലിൽ വെച്ച്, കരയിൽ വെച്ച്, വീട്ടിൽ വെച്ച്, വഴിയിൽ വെച്ച് എന്ന് മാത്രമല്ല, ഇനി യാതൊരു പ്രതീക്ഷ ഇനി ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥലമാണ് എവിടാ? ഇനി യാതൊരു പ്രതീക്ഷയില്ല, എല്ലാം അസ്തമിച്ചു, എല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? നമുക്ക് എല്ലാവർക്കും അറിയാം. കല്ലറ, സെമിത്തേരി, ശവക്കോട്ട. ശവക്കോട്ടയിൽ വെച്ച് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര ഇടങ്ങളിലെ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുള്ളത്? കടലിൽ വെച്ച്, കരയിൽ വെച്ച്, വീട്ടിൽ വെച്ച്, വഴിയിൽ വെച്ച്, ശവക്കോട്ടയിൽ വെച്ച്. അങ്ങനെ കർത്താവ് ചെയ്ത 35 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ അത്ഭുതങ്ങള് കർത്താവ് ചെയ്തത് അന്ന് ജീവിച്ചിരുന്നതായ പുരുഷാരം തന്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ല, കർത്താവ് കുറെ അത്ഭുതങ്ങളൊക്കെ ചെയ്തേച്ച് കർത്താവിന് വലിയൊരാളാകാനുള്ള ഒരു ചിന്തയൊന്നുമല്ല.
കർത്താവ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത് വിശ്വാസത്തിൽ അവരെ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ കർത്താവ് ചെയ്ത ഒരു അത്ഭുതമാണ് ഇവിടെ ആമേൻ മർക്കോസ് സുവിശേഷം നമ്മൾ വായിച്ച വേദഭാഗത്ത് ആമേൻ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 5-ാം അധ്യായത്തിൽ പ്രധാനമായും 3 സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ സംഭവം, നാട്ടുകാർക്കും സമൂഹത്തിനും വീട്ടുകാർക്കും ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം കർത്താവ് പരിഹരിക്കുന്നതായിട്ട് കാണുന്നു. രണ്ടാമത്തെ കാര്യം, വൈദ്യന്മാർക്കും വൈദ്യശാസ്ത്രത്തിനും പരിഹരിക്കാൻ കഴിയാത്ത മറ്റൊരു പ്രശ്നം. മൂന്നാമത്തെ സംഭവം, ഉലകത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത മറ്റൊരു വിഷയം. നമ്മൾ നോക്കിയാൽ നാട്ടുകാർക്കും സമൂഹത്തിനും വീട്ടുകാർക്കും ആർക്കും പരിഹരിക്കാൻ കഴിയാതിരുന്ന ഒരു പ്രശ്നമാണ് അശുദ്ധാത്മാവ് ബാധിച്ചതായ ഈ മനുഷ്യൻ. അദ്ദേഹം പാർത്തിരുന്നത് എവിടെയാണെന്ന് അറിയാമോ? എല്ലാവർക്കും അറിയാം. എവിടെയാ പാർത്തിരുന്നത്? നമ്മളെല്ലാവരും ഏറ്റവും ഒടുവിൽ ചെന്ന് കിടക്കുന്ന സ്ഥലം എവിടെയാ? നമ്മുടെ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ്. നമ്മളെല്ലാവരും ഏറ്റവും ഒടുവിൽ ചെന്ന് കിടക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. ഈ മനുഷ്യൻ, രസകരമായി തോന്നും നമ്മൾ പലപ്പോഴും ഈ വചനം ചിന്തിക്കുമ്പോൾ, ഇപ്പോഴേ പോയി അവിടെ കിടക്കുക. ഏറ്റവും ഒടുവിൽ ചെന്ന് കിടക്കേണ്ട സ്ഥലത്ത് ഇപ്പോഴേ പോയി കിടക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. ഒരു യൗവനക്കാരനായ മനുഷ്യനാണ്. സ്തോത്രം. നാട്ടിൽ ജീവിച്ച് 10 പട്ടണങ്ങളെ സുവിശേഷീകരിക്കേണ്ട മനുഷ്യൻ ഇപ്പൊ പോയി കിടക്കുന്നത് എവിടെയാ? സെമിത്തേരിയില്, ശവക്കോട്ടയിൽ പോയി കിടക്കുക. സ്തോത്രം. ആമേൻ. തന്റെ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ പോയി താൻ എന്ത് ചെയ്യുക? ഇപ്പോഴേ കിടക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചങ്ങലയ്ക്ക് പോലും തന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല, ആ നിലയിലുള്ള ഒരു അവസ്ഥയുള്ള ഒരു മനുഷ്യനാണ്. ആമേൻ. സ്തോത്രം. അതിൽ എങ്ങനെയല്ലേ വായിക്കുന്നത്? ചങ്ങലകൾ കൊണ്ട് പോലും തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ബന്ധിക്കാൻ കഴിയുന്നില്ല. വാക്യം 3, അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ഇവനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയ ഒരു സംഭവം, ഈ മനുഷ്യന് വീടില്ലാഞ്ഞിട്ടല്ല, അപ്പനില്ലാഞ്ഞിട്ടല്ല, അമ്മയില്ലാഞ്ഞിട്ടല്ല, സഹോദരനോ സഹോദരിയോ ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാ സാഹചര്യങ്ങളും ഉള്ള മനുഷ്യനാണ്. പക്ഷേ ഒരു ദുരാത്മ മേഖല ഇവനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അവിടെ ചങ്ങലകൾ കൊണ്ടുപോലും ഇവനെ ബന്ധിക്കുവാൻ എന്ത് ചെയ്യത്തില്ല, കഴിയാത്ത അവസ്ഥയിൽ. ആമേൻ. ഏറ്റവും ഒടുവിൽ മനുഷ്യന്റെ ഫിനിഷിംഗ് പോയിന്റിൽ ചെന്ന് കിടക്കേണ്ട സ്ഥലത്ത് ഇപ്പോഴേ അവനെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് പൈശാചിക മേഖല. അവൻ ഒരു ദുരാത്മ മേഖല അവനെ എന്ത് ചെയ്തറിയാമോ? അവൻ തകർത്തിട്ടിരിക്കുകയാണ്. പൈസലോ. ഈ ഒരു സംഭവം ഗദരദേശത്ത് നടക്കുമ്പോൾ മറുവശത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 4-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. 4-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. മർക്കോസ് 4:35. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു പറയുകയാണ്, യേശു പറയുകയാണ്, നാം അക്കരയ്ക്ക് പോകാം. ആ അക്കരയ്ക്ക് എത്തിയ സ്ഥലമാണ് എവിടെ? കടലിന് അക്കരെ, ഗദരദേശത്ത്. കർത്താവ് എന്തിനാ പറഞ്ഞത് അക്കരയ്ക്ക് പോകാമെന്ന്? പ്രൈസലോ. ഒരു മനുഷ്യന്റെ ഫിനിഷിംഗ് പോയിന്റ്, ഏറ്റവും ഒടുവിൽ ചെന്ന് കിടക്കേണ്ട സ്ഥലത്ത് ഇപ്പോഴേ ചെന്ന് കിടക്കുന്ന ഈ മനുഷ്യന്റെ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ, ഒരു വിടുതലുണ്ടാകാൻ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പൈശാചിക മേഖലകള് അവയെ തകർത്തിട്ടിരിക്കുന്നതായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഈ മനുഷ്യനെ വിടുവിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവ് എന്തിനറിയാമോ? അക്കരയ്ക്ക് പോകാമെന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ വിടുതൽ വരുന്നുണ്ട്. നമ്മുടെ വിടുതൽ പ്രതീക്ഷിച്ചോണം. ഇന്ന് രാത്രി
ആമേൻ, ആമേൻ. നമ്മുടെ വിടുതലിന് വേണ്ടി നമ്മുടെ കർത്താവ് പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് രാത്രിക്കാൽ ഓർക്കണം. ആമേൻ, ആമേൻ. ഏതെല്ലാം നിലകളിലാണ് ശത്രു നമ്മളെ ബന്ധിച്ചിട്ടില്ലാലും, ആമേൻ, ഹല്ലേലൂയ, ചങ്ങലകൾ കൊണ്ടുപോലും ബന്ധിക്കാൻ കഴിയാത്ത ചില മേഖലയെ ഇന്ന് രാത്രി സ്വർഗ്ഗം ശാസിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇവിടെ യേശു ഗദരദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ. അതിന്റെ 6-ാം വാക്യത്തില് അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ എന്ത് ചെയ്തു? നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ എന്ത് ചെയ്യരുത്? തെണ്ണിപ്പിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓർക്കണം ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വളരെയധികമായി വളരെ സജീവമായ ശ്രദ്ധയോടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പൈശാചിക മേഖല, ഈ ദുരാത്മ മേഖല ഈ മനുഷ്യനെ, ആമേൻ, സ്തോത്രം, ബന്ധിച്ച് ആമേൻ തകർത്തിട്ടിരിക്കുമ്പോൾ യേശുവിന്റെ വിടുതലിന് വേണ്ടിയാണ് ആമേൻ അക്കരെ നിന്ന് കടന്നു വരുന്നത്. ആ കടന്നു വരുന്ന യാത്രയിൽ ആ ബോട്ട്, ആ പടക് പോലും മുക്കാൻ ഈ ദുരാത്മ മേഖല ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്, അല്ലേ? സ്തോത്രം. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ആഴമായി ചിന്തിക്കണം. യേശുവിൽ ഒരു വിടുതൽ ഉണ്ടാകാതിരിക്കാൻ, ഓ റിഗമാനാരവ ശബ്ദരാധരവ, നിനക്കുള്ള വിടുതൽ നീ പ്രാപിക്കാതിരിക്കാൻ ആ വരുന്ന യാത്രയിൽ യേശുവിനെ, ആമേൻ, സഞ്ചരിക്കുന്ന പടക് പോലും ആഴത്തിൽ മുക്കിക്കളയാൻ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില മേഖലയിൽ നിന്ന് ചില കൊടുങ്കാറ്റ്, ചില അദൃശ്യമായ ദുഷ്ടശക്തി, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഈ പടക് പോലും മുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഈ പടകിനെ മുക്കാൻ ശ്രമിച്ച ആമേൻ ശക്തി ഏതാണെന്നറിയാമോ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില ശക്തിയാണ്. അതേത് ശക്തിയാണെന്നറിയാമോ? കാറ്റ്. കാറ്റിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കാറ്റടിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ കണ്ണുകൊണ്ട് കാണാൻ എന്ത് ചെയ്യത്തില്ല? പറ്റില്ല. അപ്പം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത ചില ദുരാത്മ ശക്തികൾ, അതാണ് ഈ കാറ്റിന്റെ രൂപത്തിൽ വന്ന്, കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ വന്ന് നമ്മുടെ ദൃശ്യമായ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മേഖലകളെ തകർക്കാൻ നോക്കുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മേഖലകൾ ഏതൊക്കെയാ? പടക് കാണാൻ പറ്റും, ശിഷ്യന്മാരെ കാണാൻ പറ്റും, യേശുവിനെ കാണാൻ പറ്റും, കടല് കാണാൻ പറ്റും. പക്ഷേ എന്ത് കാണാൻ പറ്റുന്നില്ല? ഈ കാറ്റിനെ കാണാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില അദൃശ്യ ശക്തികൾ, ആ ദുരാത്മ മേഖലകൾ നമ്മുടെ ദൃശ്യമായ നമ്മുടെ ജീവിതത്തെ ആമേൻ ആഴത്തിൽ മുക്കിക്കളയാൻ വേണ്ടി നോക്കുന്ന വ്യാപാരങ്ങൾ. എന്ത് സംഭവിക്കണം? യേശുവിനെയും ശിഷ്യന്മാരെയും ആ കടലിന് ആഴത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ദുഷ്ടശക്തി അക്കരെ ചെന്നാൽ ഈ മനുഷ്യന് വിടുതൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ഈ ദുരാത്മ മേഖല, ആമേൻ, വരുന്ന യാത്രയിൽ പോലും തടസ്സങ്ങൾ സൃഷ്ടിക്കാനിടയായി തീർന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില ദുരാത്മ മേഖലകൾ, ഓ വിമലഘടകജല മൗഢമാലവ, ആമേൻ, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് എന്താണെന്നൊന്നും അറിയില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് ഈ വിടുതലില്ലാത്തതെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ, ഇന്ന് രാത്രി ഇതിന്റെ പോരിനെ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ഒരു വിടുതലിന് വേണ്ടി ദൈവമക്കൾ തയ്യാറാകട്ടെ. ഹല്ലേലൂയ, 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 സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കിക്കേ, കർത്താവ് ഈ അശുദ്ധാത്മാവുള്ള മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആമേൻ, സ്തോത്രം, ഈ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ നിലവിളിക്കുകയാണ്. ഓ ജീസസ്, ഗ്ലോറി ടു ഗോഡ്. അവൻ നിലവിളിക്കുകയാണ്. നാളുകളായിട്ട് ആ കല്ലറകളിൽ പാർക്കുന്ന ഈ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കല്ലെടുത്ത് തന്റെ ശരീരത്തെ ഇടിച്ച് സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ ദുരാത്മ മേഖലയാണ് അവിടെയുള്ളത്, സ്തോത്രം. പക്ഷെ തന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയത് യേശു
ആമേൻ വരുന്നു എന്നുള്ളത് അറിഞ്ഞാൽ സ്തോത്രം. നമുക്കൊരു വിടുതൽ ഉണ്ടെന്നുള്ളത് പിശാച് അറിഞ്ഞാലുണ്ടല്ലോ, ആ ദുരാത്മ മേഖലകൾ അസ്വസ്ഥമാകും. നമുക്കൊരു വിടുതൽ കൽപ്പിക്കും ദൈവം തരാൻ പോകുന്നുവെന്ന് ആമേൻ പിശാച് തിരിച്ചറിയുമ്പോൾ ആമേൻ ദുരാത്മ മേഖലകൾ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരിക്കും. വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നതും തമ്മിൽ ചേരാത്ത ചില വിഷയങ്ങൾ ഉണ്ടാകുന്നതും ഈ ദുരാത്മ മേഖലകളുടെ പ്രത്യേകതയാണ്. നമുക്കൊരു വിടുതൽ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയുള്ള ദുഷ്ട ശക്തിയാണെന്ന് പരിശുദ്ധാത്മ ഓർപ്പിക്കുക. ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും ഈ ഡിവൈസിലുള്ള ദൈവമക്കൾ എന്നെ മുമ്പ് പറഞ്ഞ പോലെ ചെവിയുള്ളവൻ എന്ത് ചെയ്യണം? കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ പലപ്പോഴും ചില വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ തമ്മിൽ ചേരാതെ വണ്ണം ചില അസ്വരാസ്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന വിടുതലുകൾ സംഭവിക്കാതിരിക്കാനാണ്. ഇന്ന് രാത്രി കർത്താവ് വിടുവിക്കുവാൻ ഏറ്റവും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതാണ് ഈ ശത്രുവായ പിശാച് ഈ അസ്വസ്ഥതകൾ കാണിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പിശാചേ, ഈ ദുരാത്മ മേഖലയ്ക്ക് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് ഇനി കുറച്ചേ ആയുസേ ഉള്ളൂ, ഈ പ്രതിസന്ധിക്ക് ഇനി അല്പ ആയുസേ ഉള്ളൂ. മരിക്കാൻ പോകുമ്പോൾ കാണിക്കുന്ന വെപ്രാളം പോലെ, മറ്റൊന്നും ചിന്തിക്കരുതേ, മരിക്കാൻ പോകുമ്പോൾ കാണിക്കുന്ന വെപ്രാളം പോലെ നമ്മുടെ സ്വൈര്യമില്ലായ്മ നഷ്ടപ്പെടുത്തി കളയുന്ന ചില ദുരാത്മ മേഖലകളെ, അതിനൊരു അല്പായുസ് മാത്രമാണ്. ഇനി കുറച്ചു ദിവസം മാത്രമാണ്. ഇന്ന് രാത്രി നിനക്കുള്ള വിടുതൽ നീ പ്രാപിച്ചോണം. ഇന്ന് രാത്രി നിനക്കുള്ള വിടുതൽ നീ ഏറ്റെടുത്തോണം. ഇന്ന് രാത്രിക്കാലം നിനക്കുള്ള സമാധാനം നീ ഏറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ആ ഭാഗം ഇച്ചിരൂടെ വായിച്ച് സഹായിക്കണേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഈ മനുഷ്യൻ അശുദ്ധാത്മാവേ, വായിച്ച മോളെ 8-ാം വാക്യം 5-ന്റെ 8. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മനുഷ്യർക്ക് ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലോട്ട് അയക്കേ. അശുദ്ധാത്മാ പറയുകയാണ്, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലോട്ട് അയച്ചേക്ക്. എന്താ ഇതിന്റെ പ്രത്യേകത ദൈവമക്കളെ? ഇതൊക്കെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ അശുദ്ധാത്മാവിന്റെ മേഖലകൾക്ക് ഒന്നുകിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ അകത്തിരിക്കണം. എവിടെങ്കിലും ഇതൊന്നും ഇരിക്കണ്ടായോ? ഒന്നുകിൽ മനുഷ്യ ശരീരത്തിൽ, അല്ലെങ്കിൽ മൃഗത്തിന്മേൽ വസിച്ചുകൊണ്ട് അതിന്റെ സുഖം അനുഭവിക്കുവാൻ നോക്കുന്ന ചില ദുരാത്മ മേഖലകൾ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഒന്നുകിൽ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ, അല്ലെങ്കിൽ മൃഗങ്ങളിന്മേൽ വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ദുരാത്മ ശക്തികൾ. സ്തോത്രം. ഈ ദുരാത്മ മേഖലകൾ, ഈ ദുരാത്മ ശക്തികൾ ഒരു മനുഷ്യ ശരീരത്തിൽ വാസം ചെയ്താൽ അവന്റെ വീട് വിട്ടവൻ പോവും. അവൻ പാർക്കുന്നത് കല്ലറകളിലായിരിക്കും. അവന്റെ ശരീരത്തെ ഉപദ്രവിക്കുന്നത് അവൻ എന്ത് ചെയ്യത്തില്ല, അറിയാൻ കഴിയുന്നില്ല. അവന്റെ സ്വഭാവം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ഇന്ന് രാത്രി ദൂത് മനസ്സിലാവുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു വിടുവിക്കുന്നവനാണ്, യേശു സൗഖ്യമാക്കുന്നവനാണ്. ഓ, ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഈ ദുരാത്മ മേഖലകൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെ തകർക്കാൻ നോക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിൽ ഒരു വലിയ വിടുതൽ വ്യാപരിപ്പാൻ പോവുകയാണ്. 2026 ഈ ഫെബ്രുവരി മാസത്തിന്റെ 24-ാം തീയതി സ്തോത്ര ചില പോരിനെ അഴിക്കുന്ന രാത്രിയായി തീരണം, അഴിക്കുന്ന ദിവസമായി തീരണം. നാളെ ഈ ദുരാത്മ മേഖലകൾ ഇനിയും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ദേശത്ത് പാർക്കുന്ന മേഖലകൾ നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിപ്പാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. അതിന് അന്ത്യം കുറിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് പറയുകയാണ്.
ഹല്ലേലൂയ. അലട്ടുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രികാലം, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കർത്താവ് പരിഹരിക്കാൻ പോവുകയാണ്. ലോകത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം യേശു അവിടെ പരിഹരിച്ചു. ഇവന്റെ പ്രശ്നം ബഹുകാലമായി ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, ബഹുകാലമായി ഇവൻ വസ്ത്രം ധരിച്ചിട്ട്, ബഹുകാലമായിട്ട് ഇവൻ കല്ലറയിൽ പാർക്കുക, ബഹുകാലമായിട്ട് ഇവൻ ചങ്ങലകൾ കൊണ്ട് ഉരുമി അത് ശരീരത്തെ മുറിവേൽപ്പിക്കുകയാണ്, ബഹുകാലമായിട്ട് ഇവൻ നിലവിളിക്കുകയാണ്. അവന്റെ നിലവിളി കേൾക്കുവാൻ ആരുമില്ല. ഇവനിരിക്കുന്ന മേഖലയെ കൈവശം വെച്ചിരിക്കുന്നത് പോലെ ദുഷ്ടശക്തികൾ. പ്രൈസ് ദി ലോർഡ്. ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഈ മനുഷ്യൻ ജീവിതത്തിന്റെ അവസാനത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ അവസാനം ചെന്ന് അത് ഇരിക്കേണ്ട ഇടത്ത്, അവസാനം ചെല്ലേണ്ടടുത്ത് ഇപ്പോഴേ തന്നെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്ന പോരിന്റെ ശക്തികൾ. ആമേൻ, സ്തോത്രം. ഒത്തിരി പ്രതീക്ഷയുള്ള ഒരു മനുഷ്യനാണ്. ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരുത്തനാണ്. ഈ ദുരാത്മ ശക്തികൾ വകഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ വിടുതല് ഇന്ന് രാത്രി കാലം നമ്മൾ പ്രാപിപ്പാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായത്തിന് മുമ്പേ ഓർപ്പിച്ചതുപോലെ സ്തോത്രം, ആർക്കും ഒതുക്കുവാൻ കഴിയാതിരുന്ന വിഷയം യേശു പരിഹരിച്ചു. രണ്ടാമത്തെ സംഭവം, വൈദ്യശാസ്ത്രത്തിനും വൈദ്യന്മാർക്കും പരിഹരിക്കാൻ കഴിയാതിരുന്ന വിഷയം എന്റെ യേശു വിടുതൽ കൊടുത്തു. അതാണ് രക്തസ്രവക്കാരിയായ സ്ത്രീ. മൂന്നാമത്തെ വിഷയം, യായിറോസിന്റെ മകളെ ഉലകത്തിലാർക്കും രക്ഷിക്കുവാൻ കഴിയാതിരുന്ന വിഷയം എന്റെ യേശു വിടിവിപ്പാനിടയായി തീർന്നു. യായിറോസ് പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. പ്രൈസ് ദി ലോർഡ്. ഇനി ഗുരുവിനോട് വീട്ടിൽ വരാൻ പറയണ്ട. കാരണം കാര്യം തീർന്നുപോയി, കാര്യം അവസാനിച്ചു, എല്ലാം തീർന്നു, അധ്യായം തീർന്നു. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ മൂന്ന് വിഷയങ്ങളും ഇന്ന് രാത്രി എന്റെ ശ്രോതാക്കളായ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ചിലർക്ക് രോഗത്തിൽ നിന്ന് വിടുതലാണോ? ചിലർക്ക് പൈശാചിക ദുരാത്മ മേഖലയിലുള്ള വിടുതലാണോ? ഉലകത്തിൽ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാതെ എല്ലാം തീർന്നു പറയുന്ന സ്ഥലത്ത് കർത്താവ് തുടക്കമിടാൻ പോവുകയാണ്. ഇന്ന് രാത്രി കാലം ദൈവങ്ങളെ ഏൽപ്പിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു വിടുതലുണ്ടല്ലോ, അത് വീട്ടിൽ മാത്രം അറിഞ്ഞാൽ പോരാ, അത് ദേശം അറിയാൻ പോവുകയാണ്. നാം പാർക്കുന്ന ഇടം അറിയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അകത്ത് നടക്കുന്നത് നിന്റെ ചരിത്രം ദൈവം എന്ത് ചെയ്യാൻ പോവാ? മാറ്റാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം ദൈവം തിരുത്താൻ പോവുകയാണ്. ശത്രു അത് എഴുതി വച്ചിരിക്കുന്ന വിധിയെഴുത്തുകളെ ഇന്ന് രാത്രി എന്റെ കർത്താവ് തിരുത്തി എഴുതാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം നടച്ചാട്ടെ. രാത്രികാലം മൂന്ന് സംഭവങ്ങള്. ഒന്ന്, ആർക്കും ഒതുക്കുവാനോ വിടിവിക്കുവാനോ കഴിയാതിരുന്ന വിഷയം. സ്തോത്രം. ആർക്കും ബന്ധിക്കുവാൻ കഴിയാതിരുന്ന വിഷയം, ആർക്കും സൗഖ്യമാക്കാൻ കഴിയാതിരുന്ന ഹല്ലേലൂയ വൈദ്യശാസ്ത്രവും വൈദ്യന്മാരും പരാജയപ്പെട്ട ആ വിഷയം. ഉലകത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാതിരുന്ന ആ പ്രശ്നം. ഇന്ന് രാത്രികാലം ആ വിടുതലിന് വേണ്ടി ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. ജീസസ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും വിടുതലിന് വേണ്ടി ഏറ്റെടുക്കട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നേൽപ്പിച്ചു കൊടുക്കാം. വൈഡവനവ ശബ്ദന ദിഗനഘടകജലവ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് സങ്കീർത്തന പുസ്തകം 53-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സിയോനിൽ നിന്ന് രക്ഷ വന്നെങ്കിൽ ദൈവം എന്റെ സ്ഥിതി മാറ്റും. ഇസ്രായേൽ സന്തോഷിക്കുകയും യാക്കോബ് ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതി മാറണമെങ്കിൽ രക്ഷ വരണം, രക്ഷകനെ കണ്ടുമുട്ടണം. രക്ഷകൻ ആരാണ്? ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മറ്റൊരു നാമവുമില്ല. ഇന്ന് രാത്രി നമ്മളെ വിടിവിക്കാൻ കഴിയുന്ന യേശുവിന്റെ നാമം. യേശു ക്രിസ്തുവിനെ മാത്രമേ രക്ഷയുള്ളൂ. യേശു ക്രിസ്തുവിൽ വന്ന ഒരു വ്യക്തിയുടെ ജീവിതം മാറുകയാണ്, അവന്റെ ചരിത്രം മാറുകയാണ്, അവന്റെ സ്ഥിതി മാറുകയാണ്. അതിൽ ഇന്ന് പലതും ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ പലർക്കും കഴിയുന്നില്ല. വായിച്ച സംഗീതം ഇങ്ങനെ വായിക്കുന്നു, യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവങ്ങളെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം വചനം ശുശ്രൂഷിക്കുവാൻ അവസരം തന്ന പ്രിയ